ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ യെശയ്യാ പ്രവചനം 62 അധ്യായത്തിൻ്റെ 7 വാക്യം. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. യഹോവ ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 2 മേഖലയിൽ ദൂത് പറയുന്നുണ്ട്. ഒന്നാമത്തെ ദൂത് എന്ന് യെശയ്യാവിനോട് കൊടുക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ കുറിച്ച്. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നിമിത്തമായി ദൈവം അവരെ പ്രവാസത്തിലേക്കും കഷ്ടതയിലേക്കും കടത്തിവിടും എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ തന്നെ കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിനും കൊടുക്കുന്ന ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും മടങ്ങി വന്നാൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും യെശയ്യാ പ്രവചിക്കുക. 62 അധ്യായത്തിൽ നമ്മൾ 1 വാക്യം മുതൽ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറയുന്ന ചില അനുഗ്രഹീത വാക്കുകളാണ്. എന്ന് വെച്ചാൽ, പ്രവാസത്തിലേക്ക് നിങ്ങളെ കടത്തിവിടുമെങ്കിലും നിങ്ങൾ മനം തിരിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവത്തിന് അവരോട് ചെയ്യുവാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ദൈവം അവരോട് ചെയ്യുന്ന കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് 62 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല. പ്രൈസ് ലോർഡ്. യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. അപ്പോൾ നമുക്കിവിടെ ദൈവത്തിൻ്റെ മനസ്സാണ് കാണാൻ കഴിയുന്നത്. ദൈവജനം ഒരിക്കലും തകർന്നും നശിച്ചും കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം അവർ വിളങ്ങിയിരിക്കുവാൻ, അവരെപ്പോഴും ശോഭിച്ചിരിക്കുവാൻ, അവരെപ്പോഴും സന്തോഷിച്ചിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് താഴോട്ടുള്ള എല്ലാ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. നോക്കണം, നിന്നെ ഇനി അസൂബ തിക്ത എന്ന് വിളിക്കുകയില്ല. നിന്റെ ദേശത്തെ ശമാമ ശൂന്യമെന്ന് പറയുകയില്ല. നിനക്ക് ഹിപ്സീബ ഇഷ്ടയെന്നും നിന്റെ ദേശത്തിന് ബയൂല വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ആ ദേശത്തെ വീണ്ടും പ്രിയപ്പെടുന്നു. ദൈവം ആ ദേശത്തെ വീണ്ടും അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പം അവർ പ്രവാസത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തെ വിട്ടുപോയപ്പോൾ പോയ അവരുടെ കഠിനമായ പ്രയാസത്തിൽ നിന്ന് വീണ്ടും ദൈവത്തിൻ്റെ പ്രിയത്വത്തിലേക്ക്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, രാജകീയമായ അനുഭവത്തിലേക്ക് ഒക്കെ അവരെ മടക്കിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വൻ പ്രവൃത്തിയെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുകയും, ഇതെല്ലാം ദൈവം അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ യെശയ്യാവിലൂടെ കൊടുത്തിട്ട് ജനത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ വായിച്ചത്. ജനത്തിൻ്റെ പ്രതികരണം എന്താണ്? പ്രൈസ് ലോർഡ്. ആ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ പ്രശംസാ വിഷയത്തിലേക്ക്, ആ യഥാസ്ഥാനത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവോളം നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ഒരു വാഗ്ദത്വം പറയുമ്പോൾ, ദൈവം ഒരു ആലോചന പറയുമ്പോൾ, സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കപ്പെടുവോളം നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് പകൽക്കാലം ജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത എന്നുള്ളത്, ദൈവത്തിൻ്റെ ഇഷ്ടമായ നാം പ്രശംസാ വിഷയമാകണം. പ്രൈസ് ദി ലോർഡ്. നാം യഥാസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്നലകൾ ദൈവം ആക്കി വെച്ച ആ സ്ഥാനത്ത് വന്ന് ശോഭിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടത്തിലേക്ക് നാം വരണമെങ്കിൽ, സ്തോത്രം, നാം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇവിടെ ദൈവവചനത്തിലൂടെ ഈ പകൽക്കാലം എന്നെ ചിന്തിപ്പിച്ചത്. ഇത് തന്നെയാണ്, സ്തോത്രം, പുസ്തകത്തിൽ 2 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, 1 അധ്യായം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജനത്തിന് കൊടുക്കുന്ന വാഗ്ദത്തമാണ്. സ്തോത്രം, ഞാൻ ഉയരത്തിൽ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് ശക്തി തരും. അപ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരൂശലേം വിട്ടു പോകല്ലേ, മാളികമുറി വിട്ടു പോകരുത്. അപ്പം ശക്തി തരും എന്ന് പറഞ്ഞ് പോയ കർത്താവ്, സ്തോത്രം,
ആ ശക്തി തരുവാൻ വേണ്ടി നാം കാത്തിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് ലഭിക്കുന്നത് വരെയും കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു ഭക്തന് എപ്പോഴും ആവശ്യമാണ്. സ്തോത്രം. ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മോട് പറഞ്ഞു എന്നുള്ള സത്യമാണ്. പക്ഷെ ആ വാഗ്ദത്തങ്ങൾ നമ്മിൽ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉയരേണ്ടത്, സ്തോത്രം, ഒരു പ്രാർത്ഥനാ ശബ്ദമാണ്. കർത്താവേ, ആ അങ്ങ് പറഞ്ഞ ആ ആലോചന, ഉയരത്തിലുള്ള ശക്തി അങ്ങ് എനിക്ക് തരാമെന്ന് പറഞ്ഞു, ആ ശക്തി എൻ്റെ മേൽ തരണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ തലമുറയെ ഉദരത്തിൽ വെച്ച് തന്നെ നീ അനുഗ്രഹിച്ചു. അവൻ എന്താകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാകുവോളം നാം പ്രാർത്ഥിക്കണം. ദാവീദിന്റെ ചിന്തകൾ, സ്തോത്രം, ഇതിനോടൊക്കെ ചേർന്ന് പറയേണ്ട ഒത്തിരി വാക്യങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ദിനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞൊരു വാക്കാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു. ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ അത് പതിഞ്ഞു. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടമെന്നുള്ളത് പ്രശംസാ വിഷയമാക്കണം. ഹല്ലേലൂയ. ശോഭിക്കപ്പെട്ടു വരണം, വർദ്ധിച്ചു വരണം, ഉയർത്തപ്പെടണം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ മനസ്സ് നാം അറിയണം. അപ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് ഒരു കുടുംബത്തിൽ കയറിയാൽ എന്ത് സംഭവിക്കുമെന്ന് യോബിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ മതി. പിശാച് ഒരു വീട്ടിൽ കയറിയാൽ എന്തൊക്കെ ചെയ്യും? അതിന് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അറിയാം. ഒരു അല്പസമയത്തേക്ക് പിശാച് ഒരു കുടുംബത്തിൽ കയറിയത്. പ്രൈസ് ദി ലോർഡ്. പിശാച് ഒരു മനുഷ്യന്റെ മേത്ത് കയറിയാൽ എന്തോ ചെയ്യും നമുക്കറിയാം. സ്തോത്രം. ആ ഗദർദേശത്തെ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ ശരീരം മുഴുവൻ മുറിവേറ്റു, നഗ്നന, വീട്ടിൽ കയറത്തില്ല, കല്ലറയിലെ വാസം. പ്രൈസ് ദി ലോർഡ്. അവന്റെ രൂപം, അവന്റെ ശരീര ക്ഷീണാവസ്ഥ, അല്ലെങ്കിൽ അവനെ കണ്ടാൽ ഒരു ആഹാരം വേണ്ട, ഒരു വസ്ത്രം വേണ്ട, ആളുകളോട് മിണ്ടണ്ട, ഇങ്ങനെയുള്ള ഒരു ജീവിതം പിശാച് ഒരു മനുഷ്യന്റെ മേത്ത് കയറി എന്നാ ചെയ്യുമെന്ന് ഗദർദേശത്തെ ഭൂതഗ്രസ്തനെ കണ്ടാലറിയാം, പിക്ചർ കണ്ടാലറിയാം. പ്രൈസ് ദി ലോർഡ്. ഒരു പിശാച് ഒരു വീട്ടിൽ കയറി എന്നാ ചെയ്യുമെന്ന് യോബിന്റെ വീട്ടിലെ ആ പിക്ചർ കണ്ടാൽ, 1-ാം അധ്യായം കണ്ടാൽ അറിയാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മക്കളെ, നാം പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത് അറിയാമോ? പ്രശംസാ വിഷയമാക്കുവാൻ വേണ്ടി നമ്മെ, നമ്മുടെ കുടുംബത്തെയും ദൈവമാക്കി വെച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിലെ സന്തോഷത്തിലേക്ക്, ഇന്നലകളിലെ ആനന്ദത്തിലേക്ക്, അല്ലെങ്കിൽ ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് എന്ന് വെച്ചാൽ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, നാം ദൈവമക്കളായി തീർന്നപ്പോൾ, ഹല്ലേലൂയ, അന്നൊരു ആനന്ദം നമുക്കുണ്ടായിരുന്നു, അന്നൊരു സന്തോഷം നമുക്കുണ്ടായിരുന്നു. ആ സന്തോഷത്തിലേക്ക് ചിലപ്പോഴൊക്കെ കാലിലെ ചക്രത്തിൻ്റെ ഒഴുക്കിൽ ആ സന്തോഷം ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കുന്ന അവസ്ഥ, അതൊക്കെ ദൈവം ഇന്ന് പകൽക്കാലം തരട്ടെ. ഈ വചനം നമുക്കെല്ലാം പ്രചോദനമാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങളെക്കുറിച്ചുള്ള, മാനവജാതിയെക്കുറിച്ച് മുഴുവനുള്ള ചിന്ത എന്നുള്ളത്, കർത്താവെ, പ്രശംസിക്കപ്പെടണമെന്നും ഉയർത്തപ്പെടണമെന്നും ശ്രേഷ്ഠനാകണമെന്നും ഒക്കെയാണ് ഞങ്ങളത് പൂർണ്ണതയിൽ അറിയുന്ന കർത്താവ്. ഒരു മനുഷ്യനും തകർന്നു പോകാനും നശിച്ചു പോകാനും ഇഷ്ടപ്പെടുന്നില്ല. അതേ കർത്താവ്, പിശാച് ഒരു കുടുംബത്തിൽ കയറിയാൽ, ഒരു വ്യക്തിയിൽ കയറിയാൽ എന്തായി തീരുമെന്ന് ഞങ്ങൾ കേട്ടു. അങ്ങനെയല്ല കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ ഹിതത്തിൻ്റെ ഇഷ്ടം, ഹല്ലേലൂയ, ഞങ്ങൾ ശൂന്യമാകുവാനല്ല, ഞങ്ങൾ കർത്താവ് ഒറ്റപ്പെട്ടു പോകുവാനല്ല, ഞങ്ങൾ വർദ്ധിച്ചും ഉയർന്നും ശ്രേഷ്ഠതയിലും വരുവാൻ അങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ അതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണം. ഈ ദിനം, ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ പ്രശംസാ വിഷയമാക്കുവാൻ അങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ അതാക്കുവോളം പ്രാർത്ഥിക്കുവാൻ, ആ പ്രശംസാ വിഷയമാക്കുവോളം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങളെ ആ മേഖലയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർണയുടെ കർത്താവ് അങ്ങനെ ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിൽ മടുക്കാതെ, ഹല്ലേലൂയ, പ്രശംസാ വിഷയമാക്കുവോളം മടുക്കാതെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒരുക്കണം. കർത്താവ് അങ്ങനെ ചെയ്ത് ഓർത്ത് സ്തോത്രം. എല്ലാ മഹത്വവും, പുകഴ്ചയും ബഹുമാനവും എല്ലാം നീക്കി ഞങ്ങൾക്ക് ആജ്മിച്ച ക്രിസ്തുവിനുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായ സ്വീകരിക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനങ്ങളുടെ ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.